ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. മാൽദീവ്സിലെ ഡേ 2ൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഡേ 2 നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗുലി ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ലഞ്ച് ബോട്ടിൽ വെച്ചിട്ടായിരുന്നു, ഒരു ബൊഫേ സിസ്റ്റമായിരുന്നു. നമുക്ക് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഗുലി ഐലൻഡ് വിസിറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത് കേട്ടോ. ഫസ്റ്റ് ടൈം അപ്പോഴാണ് ഈ ഷാർക്കിനെ കാണുന്നുണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് മറ്റുള്ള മീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഷാർക്ക് ഇത്ര അടുത്ത് വരുന്നത് അവിടെ നിന്നായിരുന്നു ഫസ്റ്റ് ടൈം കണ്ടത്. സ്വാഭാവികമായിട്ട് ഇവിടെ ഇങ്ങനെ വരുന്ന ആൾക്കാർ ഫുഡ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാവാം ഇവിടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. നല്ല ഫുഡ് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ മീനുകളൊക്കെ ഷാർക്ക് ഇതുപോലെ തെരണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നു. കുറച്ച് ഷോപ്പുകൾക്കൊക്കെ ഇടയിലൂടെയാണ് നമ്മൾ ഈ ഗുലി ഐലൻഡിൻ്റെ എൻട്രൻസിലെത്തുന്നത്. എത്തിയ ഉടനെ തന്നെ ഐ ലവ് ഗുലി ഐലൻഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ചെറിയ ബോട്ട്, ഈ കയാക്കിങ് പോലത്തെ, അതുപോലെ ജെറ്റ് സ്കി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ മെയിനായിട്ട് അവിടെ ഒരു ഹൈലൈറ്റ് ഗുലി ഐലൻഡിൽ നിന്ന് കൊടുത്തിട്ട് ഒരു ഊഞ്ഞാലയാണ്. അവിടെ എല്ലാവരും ചെന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും അവിടെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി. ഇവിടുത്തെ വെള്ളം ശരിക്കും നല്ല വൈറ്റാണ്, പ്യുവർ വൈറ്റ് ആണ്. താഴേക്ക് അത്രയ്ക്ക് നന്നായിട്ട് കാണാം. വെള്ളം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മളും അത്യാവശ്യം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഊഞ്ഞാൽ കിട്ടിയത്. അതിലിരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഓരോ ഏരിയാസിലും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കാരണം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നായിട്ട് തന്നെ നമുക്ക് മാഫിഷയിൽ എത്തേണ്ടതായിരുന്നു. ഇവിടുന്ന് ജെറ്റ് സ്കി ഒക്കെ കണ്ടിട്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നു മറ്റാൾ. അപ്പോൾ എന്നിട്ട് അവിടെ ചെന്നിട്ട് ജെറ്റ് സ്കി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ബട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചെങ്കിലും 5 മണി വരെ ടൈമുള്ളായിരുന്നു. 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോൾ തന്നെ. ഏകദേശം ഒരു 6 മണി ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അവിടെ കുറച്ച് ഏരിയാസൊന്നും നമ്മൾ കാണാത്തതും ഉണ്ട്, കണ്ട ഏരിയ മാത്രമല്ല. അപ്പോൾ മാഫിഷ് ഒന്ന് ചുറ്റി അടിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്പോട്ട്, നമ്മൾ എത്തിപ്പെടാത്ത സ്പോട്ടുകളാണ്. കാരണം നമ്മൾ വന്നത് തൊട്ട് ഓരോ ആക്ടിവിറ്റീസായിട്ട് നമ്മൾ കടലിൽ തന്നെയാണ്. കരയിൽ ഇപ്പോഴാണ് നമുക്ക് വന്ന് 2ാമത്തെ ദിവസമായിട്ട് ഇപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ രാത്രിയാണ്. അപ്പോൾ രാത്രി നമുക്ക് ഏത് റൂട്ട് എങ്ങടെ പോകേണ്ടി ഒന്നും അറിയില്ലല്ലോ. ചെറിയൊരു ദ്വീപാണോ വെച്ചാൽ ദ്വീപാണോ, പക്ഷെ എന്നാലും ഇതിൽ ആ വൈഡായിട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ ചിക്കടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി. പിന്നെ രാത്രി ആയപ്പോൾ ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി.
നൈറ്റ് വൈബ് അത് വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യണത് ഇവിടെ എത്തിയപ്പോഴാണ്. ഇതിന് മുന്നൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ നാട്ടിൽ നമ്മൾ പുറത്തൊന്നും ഇറങ്ങണില്ലല്ലോ രാത്രി. വേറെ വൈബ് തന്നെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്നു. പകൽ നല്ല കുഴപ്പമില്ലാത്ത ചൂടാണെങ്കിലും രാത്രി നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു. ആ സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 2 ഇവിടെ അവസാനിച്ചു. അപ്പോൾ അത്രക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്.